ഈയിടെ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ട ഒരു നല്ല അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണേ. അഡ്മിറ്റായിട്ട് കിടന്ന ഒരു ചേച്ചിയുടെ 2 കാലും ഓപ്പറേഷൻ കഴിഞ്ഞത് എന്തോ ആണ്, ആക്സിഡൻറ്റിലൊക്കെ പെട്ടതാണ്. ഈ ചേച്ചിയെ വീൽ ചെയറിൽ ബാത്റൂമിലോട്ട് കൊണ്ടുപോകുന്നത് കണ്ടു. കൂടെ ഒരു സഹായി, ഒരു സ്ത്രീയുണ്ട്. ഞാൻ നോക്കിയപ്പം വളരെ ചെറുപ്പക്കാരനായ ഈ ചേച്ചിയുടെ മകനാണ്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. വീൽ ചെയറിൻ്റെ ഒരു സൈഡ് തള്ളി ബാത്റൂമിനകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, സഹായിയായിട്ടൊരു സ്ത്രീ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ പയ്യനും കൂടെ ഇത്ര കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ പോകുന്നത്. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയെ കുളിപ്പിച്ച് ഡ്രസ്സും എല്ലാം മാറ്റി ഇവർ രണ്ടുപേരും കൂടെ തിരിച്ച് ബെഡിലോട്ട് കൊണ്ടുവരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കുറേ നേരം എല്ലാം അതിലെ നടന്നതിന് ശേഷം പയ്യനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പം ഞാൻ ചോദിച്ചു, ഒരു സഹായി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അമ്മയുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ എടുക്കുന്നത്? ഈ മകൻ പറയുകയാണ്, ഞാൻ വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത്, അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വന്നതാണ്. എല്ലാവരും എന്നോട് ചോദിക്കും, എന്തിനാണ് ഇതുപോലെ ബാത്റൂമിലൊക്കെ പോയി അമ്മയെ കുളിപ്പിക്കാനും ഡ്രസ്സ് മാറ്റാനും ഒക്കെ സഹായിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ആൻറ്റി, ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ ഇതുപോലെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിക്കുകയും ചോറ് വാരി തരികയും എല്ലാം ചെയ്തതല്ലേ. ആ എൻ്റെ നഗ്നത അമ്മയ്ക്ക് പ്രശ്നമല്ലായിരുന്നല്ലോ. ഇതെൻ്റെ അമ്മയല്ലേ, ഞാനെല്ലാം ചെയ്യും, ഞാൻ എല്ലാ കാര്യത്തിലും നോക്കുകയും ചെയ്യും. എന്നെ നിർബന്ധിച്ച് ഊട്ടുകയും കുളിപ്പിക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അമ്മയ്ക്ക് ആ കട എനിക്ക് വീട്ടാൻ പറ്റില്ലെങ്കിലും എന്നാലാവുന്ന വിധം ഭക്ഷണം കഴിക്കാനും അമ്മയൊന്ന് ക്ലീനാക്കാനും അമ്മയെ എൻഗേജ്ഡ് ആക്കാനും അമ്മയൊന്ന് കൊഞ്ചിക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എനിക്കേറെ അതിശയകരമായി തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ. പറഞ്ഞതിൽ ഒരുപാട് കാര്യമില്ലേ, ചിന്തിച്ച് തുടങ്ങി. ആ യുവാവിന് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ടാണ് ഞാനന്ന് അവിടെ നിന്ന് പിരിഞ്ഞത്. ഇത് നമ്മളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നന്ദി.